നമസ്കാരം. ജനം ടിവിയും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാഞ്ചജന്യം ഭാരതവും സംയുക്തമായി അവതരിപ്പിക്കുന്ന ശ്രീരാമസാഗരത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. രാമായണത്തിലെ ഏറ്റവും നിർണായകമായ സംഭവങ്ങളിൽ ഒന്നാണ് ബാലി സുഗ്രീവ യുദ്ധം. തെറ്റിദ്ധാരണയും അധികാരമോഹവും സഹോദര ബന്ധത്തെ എങ്ങനെ ശത്രുതയിലേക്ക് നയിക്കുന്നു എന്നതിൻ്റെ ഉദാത്ത ഉദാഹരണമാണ് ഇത്. ബാലിയുടെ അനീതിയിൽ നിന്ന് മോചനം നേടി സുഗ്രീവൻ ശ്രീരാമനെ ശരണം പ്രാപിക്കുകയും ധർമ്മസ്ഥാപനത്തിനായി രാമൻ ബാലിയെ വധിക്കുകയും ചെയ്യുന്നു. ഈ സംഭവം വെറും യുദ്ധകഥയല്ല, അധർമ്മത്തിനെതിരെ ധർമ്മം വിജയിക്കുന്നതിന്റെ പ്രഖ്യാപനമാണ്. സുഗ്രീവന് രാജ്യം തിരികെ ലഭിച്ചതോടെ സീതാന്വേഷണത്തിനുള്ള വഴിയും തുറക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ബാലി സുഗ്രീവ യുദ്ധം രാമായണത്തിന്റെ കഥാഗതിയെ മുന്നോട്ട് നയിക്കുന്ന നിർണായക വഴിത്തിരിവായി മാറുന്നു. ശ്രീമദ് അധ്യാത്മ രാമായണത്തിൽ കിഷ്കിന്ധാകാന്ഡം ബാലി സുഗ്രീവ യുദ്ധം പാരായണം ചെയ്യുന്നത് കാവാലം ശശികുമാർ. ബാലി സുഗ്രീവ യുദ്ധം. സത്യസ്വരൂപൻ ചിരിച്ചരുളി ചെയ്തു, സത്യമത്രേ നീ പറഞ്ഞതെടോ സഖേ, ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിന്, കാലം കളയരുതേതുമിനിയടോ. ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊള്ളുവൻ നിന്നെ നിർണയം. അർക്കാത്മജനതു കേട്ട് നടന്നിതു കിഷ്കിന്ധയാം പുരി നോക്കി നിരാകുലം. അർക്കകുലോത്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്നു കിഷ്കിന്ധാപുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ. പൃഥ്വീരുഹവും മറഞ്ഞു നിന്നിടിനാൻ മിത്രഭാവേന രാമാദികളന്നേരം. ക്രുദ്ധനാം ബാലി അലറി വന്നിടിനാൻ, മിത്രതനയനും വക്ഷസി കുത്തിനാൻ. വൃത്രാരിപുത്രനും മിത്രതനയനെ 10,100 വലിച്ചു കുത്തിയിടിനാൻ. ബദ്ധരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധമതീവ ഭയങ്കരമായത്. രക്തമണിഞ്ഞേകരൂപധരന്മാരായി ശക്തി കലർന്നവരൊപ്പം പൊരുന്നേരം മിത്രാത്മജനേത് വൃത്രാരിപുത്രനേരിത്തം തിരിച്ചറിയാവല്ലൊരുത്തനും. മിത്രവിനാശന ശങ്കയാ രാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തീലതു നേരം. വൃത്രാരിപുത്ര മുഷ്ടിപ്രയോഗം കൊണ്ടു രക്തവും ഛർദിച്ചു ഭീതനായോടിനാൻ മിത്രതനയനും. സത്വരം ആർത്തനായി വൃത്രാരിപുത്രനുമാലയം ബുക്കിത്. മിത്രസ്ഥനായി വന്നു മിത്രതനയനും പൃഥ്വീരുഹാന്തികെ നിന്നരുളീന. മിത്രോന്നയോത്ഭൂതനാകിയ രാമനോട് എത്രയും ആർത്തിയ പരുഷങ്ങൾ ചൊല്ലിനാൻ. ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോ തവ ചിത്തത്തിലോർത്തതറിഞ്ഞീല ഞാനയ്യോ. ബധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അത്രേണമാം നിന്തിരുവടി താൻ തന്നെ. സത്യം പ്രമാണമെന്നോർത്തേനതും പുനരെത്രയും പാരം പിഴച്ചുദയാനിധേ. സത്യസന്ധൻ ഭവാനെന്നു ഞാൻ ഓർത്തതും വ്യർത്ഥമത്രേ ശരണാഗത വത്സല. മിത്രാത്മജോക്തികൾ ഇത്തരമാകുലാൽ ശ്രുത്വാ രഘുത്തമനും ചൊല്ലിനാൻ. ബദ്ധാശ്രുനേത്രനായ ലിംഗനം ചെയ്ത് ചിത്തേ ഭയപ്പെടായേതും മമ സഖേ. അത്യന്തരോഷവേഗങ്ങൾ കലർന്നോരു യുദ്ധമധ്യേ. ഭവാന്മാരെ തിരിയാഞ്ഞു മിത്രഘാതിത്വമാശങ്ക ഞാൻ അന്നേരം മുക്തവാനായതിൽ അസ്ത്രം ധരിക്ക നീ. ചിത്തഭ്രമാംബരായ്വാൻ ഒരടയാളം മിത്രാത്മജ നിനക്കുണ്ടാക്കുവൻ ഇനി. ശത്രുവായുള്ളൊരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ. വൃത്രവിനാശനപുത്രനാമഗ്രജൻ മൃത്യുവശകതൻ എന്നുറച്ചിടു നീ. സത്യമിതം അഹം രാമനെന്നാകിലോ മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതം. യുദ്ധം സമാശ്വാസ്യ മിത്രാത്മജം രാമഭദ്രൻ സുമിത്രാത്മജനോടു ചൊല്ലിനാൻ. മിത്രാത്മജകളെ പുഷ്പമാല്യത്തെ നീ ബദ്ധ്വാ വിരവോടയയ്ക്ക യുദ്ധത്തിനായി. ശത്രുഘ്നപൂർവജൻ മാല്യവും ബന്ധിച്ചു മിത്രാത്മജനെ മുതാലയച്ചിടിനാൻ. ബാലിവധം. വൃത്രാരിപുത്രനെ യുദ്ധത്തിനായി കൊണ്ടു മിത്രാത്മജൻ വിളിച്ചിടിനാൻ. പിന്നെയും ക്രുദ്ധനായി വന്നു കിഷ്കിന്ധാപുരദ്വാരി കൃത്വാ മഹാസിംഹനാദം. രവിസുതൻ ബദ്ധരോഷം വിളിക്കുന്ന നാദം തഥാ ശ്രുത്വാതിവിസ്മിതനായോരു ബാലിയും ബദ്ധ്വാ പരികരം യുദ്ധായ സത്വരം ബദ്ധവൈരം പുറപ്പെട്ടൊരു നേരത്ത് ഭർത്തൃരഗ്രേ ചെന്ന്
ബദ്ധാശ്രുനേത്രയായി മധ്യേ തടുത്തു ചൊല്ലിയിടിനാൾ താരയും. ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിൽ എനിക്കതു കേൾക്ക നീ. വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവരാശു വന്നിടുവാൻ കാരണം എത്രയും പാരം. പരാക്രമമുള്ളൊരു മിത്രം അവനുണ്ട് പിന്തുണ നിർണയം. ബാലിയും താരയോടാശു ചൊല്ലിയിടിനാൾ ബാലേ, ബലാലൊരു ശങ്കയുണ്ടാകുല. കയ്യയച്ചിരു നീ വൈകരുതേതുമേ. നീ ഒരു കാര്യം ധരിക്കണമോമലേ, ബന്ധുവായി ആരുള്ളതോർക്ക സുഗ്രീവന് ബന്ധമില്ലെന്നോടു വൈരത്തിനാർക്കുമേ. ശ്രീരാമൻ ധർമ്മവിഗ്രഹമാണ്. ധർമ്മത്തെയും സത്യത്തെയും ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും മുറുകെ പിടിച്ച മഹാനായ വ്യക്തിത്വമാണ് ശ്രീരാമൻ. പിതാവിന്റെ വാക്ക് പാലിക്കാൻ രാജ്യം ഉപേക്ഷിച്ച് വനവാസം സ്വീകരിച്ചതും പ്രജകളുടെ ക്ഷേമത്തിന് സ്വന്തം വ്യക്തിസുഖങ്ങളെ പോലും ത്യജിച്ചതും ശത്രുക്കളോട് പോലും നീതിയും കരുണയോടും കൂടി പെരുമാറിയതുമാണ് അദ്ദേഹത്തെ മര്യാദാ പുരുഷോത്തമൻ എന്ന വിശേഷണത്തിന് അർഹനാക്കുന്നത്. മനുഷ്യ ജീവിതത്തിൽ ബന്ധങ്ങൾക്കും കടമകൾക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന മാതൃകാ പുരുഷനാണ് ശ്രീരാമൻ. അതുകൊണ്ട് തന്നെ യുഗങ്ങൾ പിന്നിട്ടിട്ടും ആദർശ ജീവിതത്തിന്റെ പ്രതീകമായി ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് ശ്രീരാമചന്ദ്രൻ നമ്മളെ പഠിപ്പിക്കുന്നു. ശ്രീരാമൻ മര്യാദാ പുരുഷോത്തമനോ? ആത്മീയ ആചാര്യൻ ഡോക്ടർ MG വിനോദിന്റെ പ്രഭാഷണം കേൾക്കാം. രാമാമൃതം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് മര്യാദാ പുരുഷോത്തമനായ സാക്ഷാൽ ശ്രീരാമചന്ദ്രനെക്കുറിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ വളരെ മോശമായ വിധത്തിൽ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് പലരുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണും. എന്നാൽ അതിൽ വളരെ പ്രധാനമായിട്ടും പറയപ്പെടുന്ന ഒരു വിമർശനമാണ് ശംഭുകവധം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ശ്രീരാമചന്ദ്രൻ ശംഭുവിനെ കൊന്നിട്ടുണ്ടോ എന്ന് പോലും നമ്മൾക്ക് സംശയിക്കേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ ഈ ശംഭുവിനെ കൊല്ലാനായിട്ടുള്ള കാരണമായി രാമായണത്തിലെ ഉത്തര രാമായണത്തിൽ പറയുന്നൊരു ഭാഗമുണ്ട്. അതെന്താണ് പറയുന്നത്? ഒരു ശൂദ്രനായിട്ടുള്ള ഒരു വ്യക്തി ഈ ത്രേതായുഗത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു കാരണവശാലും തപസ് ചെയ്യാൻ പാടില്ല എന്നാണ് വിധി എന്നാണ് രാമായണത്തിൽ പറയുന്നത്. അത് ശ്രീരാമചന്ദ്രനോട് പറയുന്നത് ആരാണ്? ശ്രീരാമചന്ദ്രൻ്റെ ഗുരുക്കളായിട്ടുള്ള ആ അയോധ്യയിലെ ഗുരുവായിട്ടുള്ള 8 ഗുരുക്കന്മാരാണ് ഈ കാര്യം ശ്രീരാമനോട് പറയുന്നത്. അങ്ങനെ ആ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ വനത്തിൽ തപസ് ചെയ്യുന്ന ശംഭുകനെ വെട്ടിക്കൊന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ശംഭുകൻ പറയുന്നുണ്ട്, ഞാൻ ശൂദ്രനാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ തപസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ മോക്ഷം ആഗ്രഹിച്ച ആ ശംഭുകനെ യാതൊരു കാരണവും കൂടാതെ ശ്രീരാമചന്ദ്രൻ തൻ്റെ വാളുകൊണ്ട് കൊലപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. സാധാരണക്കാരെന്ന് ചിന്തിക്കുക, വിമർശിക്കുന്ന ആൾക്കാരെന്ന് ചിന്തിക്കുക. സാക്ഷാൽ മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രൻ മോക്ഷം ആഗ്രഹിച്ച് തപസ് ചെയ്യുന്ന ഒരു ശൂദ്രനെ കൊന്നു, ഇതല്ലേ നമ്മൾ പറയുന്നത്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? ശ്രീരാമചന്ദ്രൻ ഈ ശൂദ്രനെ കൊന്നിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം രാമായണത്തിൽ വളരെ വ്യക്തമായി പദ്ധതിയോടുകൂടി കൂട്ടിച്ചേർത്തൊരു ഭാഗമാണ്. ഒരു ശൂദ്രനോട് ഇത്രയും മോശമായി പെരുമാറുന്ന രാമനാണെങ്കിൽ അതേ രാമായണത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആരണ്യകാണ്ഡം എടുത്ത് നോക്കുമ്പോൾ അവിടുന്ന് കിഷ്കിന്ധ കാണ്ഡത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? അവിടെ ശൂദ്ര സ്ത്രീയായിട്ടുള്ള ശബരി തപസ് ചെയ്യുകയും ആ തപസ് ചെയ്യുന്ന ശബരിയിൽ നിന്നും കായികനികൾ അമൃത് പോലെ വാങ്ങിച്ച് സേവിക്കുന്ന ശ്രീരാമചന്ദ്രനെ നമുക്ക് കാണാൻ കഴിയും. ആ ശൂദ്രസ്ത്രീയായ തപസ്വിനിയായിട്ടുള്ള ആ ശബരി മാതാവിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്ന ശ്രീരാമചന്ദ്രനെ നമുക്ക് കാണാൻ കഴിയും. ശൂദ്രന്മാർ തപസ് ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ശബരി തപസ് ചെയ്യുകയും അവരുടെ പാദം തൊട്ട് നമസ്കരിക്കുകയും ചെയ്യുന്ന ശ്രീരാമനെ നമുക്ക് കാണാൻ കഴിയുമോ? അടുത്തൊരു ചോദ്യം, ഇതേപോലെ തന്നെ അവിടെ ഗുഹനെ നമുക്ക് കാണാൻ കഴിയും. ബാലകാണ്ഡത്തിൽ നിന്നും അയോധ്യാകാണ്ഡത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിഷാദ രാജാവായിട്ടുള്ള ഗുഹൻ വന്ന് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ ആ നിഷാദ രാജാവിനെ തൻ്റെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഈ രാമായണത്തിൽ കാണാൻ കഴിയും. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന ഉത്തര രാമായണത്തിൽ ശംഭുകവധം കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ശംഭുകവധം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ശൂദ്രൻ എന്ന് പറയുന്ന ആ കഥാപാത്രങ്ങളെല്ലാം തന്നെ രാമായണത്തിൻ്റെ എല്ലാ ഭാഗത്തും വളരെ സ്നേഹത്തോടു കൂടി മര്യാദയോടുകൂടി
ചേർത്ത് പിടിക്കുമ്പോൾ ഈ ശംഭുകനെ മാത്രം കൊന്നു എന്ന് പറയുമ്പോൾ അതിലൊരു പൊരുത്തക്കേട് നമുക്ക് തോന്നുന്നില്ലേ? വ്യക്തമായിട്ട് പറയാം, ശത്രുഘ്നൻ അവിടെ നിന്ന് ലവണാസുര വധം കഴിഞ്ഞു വരുന്ന ആ ഒരു ഭാഗത്താണ് ഈ ശംഭുക വധം കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അപ്പോൾ 24,000 ശ്ലോകങ്ങളിലൂടെ വാൽമീകിയാൽ എഴുതപ്പെട്ട രാമായണത്തിലെ ആ 24,000 ശ്ലോകങ്ങൾ ഇന്ന് ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമാണ്. മനസ്സിലാക്കേണ്ടത്, മുഹമ്മദ് ബക്തിയാർ ഖിൽജിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിലെ സംസ്കാരം നശിപ്പിക്കേണ്ടതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ പുണ്യഗ്രന്ഥങ്ങളെല്ലാം തന്നെ തിരുത്തലുകളും നശിപ്പിക്കലിനും വിധേയമാക്കിയപ്പോൾ ഇതിൽ കൂട്ടിച്ചേർക്കലുകൾ വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏകദേശം 800 വർഷക്കാലത്തോളമായി നമ്മുടെ ഈ ഭാരതഭൂമിയിൽ ഇത്തരത്തിലുള്ള കൂട്ടിക്കലർത്തലുകൾ വന്നതുകൊണ്ടാണ് നമ്മുടെ പുണ്യഗ്രന്ഥങ്ങളിൽ ഇത്തരം വിമർശനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ കൂടി വന്നിട്ടുള്ളത്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, നാരായണനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ എവിടെയും ഒരു സജ്ജനത്തെയും അല്ലെങ്കിൽ ഒരു ജനത്തെയും ശത്രുവിനോട് പോലും സ്നേഹത്തോടു കൂടി, ബഹുമാനത്തോടു കൂടി, ആദരവോടു കൂടി പെരുമാറുന്ന ഒരു വ്യക്തിത്വമാണ്. ആ ശ്രീരാമനെയാണ് ഇവിടെ ശംഭുകവധം ചെയ്ത ക്രൂരനായി ചിത്രീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നമ്മൾ രാമായണത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്നത്തെ ആൾക്കാർ പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പുഷ്പക വിമാനത്തെക്കുറിച്ചാണ്. എന്താണ് പുഷ്പക വിമാനം? ആദ്യ കാലഘട്ടത്തിൽ പറയുമ്പോൾ പറയും ഇങ്ങനെ ഒരു വിമാനം, ശാസ്ത്രം ഇന്ന് ഈ തലത്തിലേ എത്തിയിട്ടുള്ളൂ, അപ്പോൾ മനസ്സുകൊണ്ട് നിയന്ത്രിക്കുന്ന ഒരു വിമാനമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്നു. എന്നാൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഗ്രന്ഥങ്ങളിലേക്ക് നമ്മൾ നോക്കണം. ആ പഴയ ഗ്രന്ഥങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ, നാരായണ മുനിയുടെ വിമാന കേടായിക എന്ന് പറയുന്ന ഗ്രന്ഥം, ഭരദ്വാജ മുനിയുടെ വൈമാനിക ശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥം, അങ്ങനെ നിരവധി ഗ്രന്ഥങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഭരദ്വാജ മുനി എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ്റെ കാലഘട്ടത്തിന് മുമ്പേ ഉള്ള മുനിയാണ്. അദ്ദേഹം എഴുതിയ വൈമാനിക ശാസ്ത്രത്തിൽ സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും കലിയുഗത്തിലും ഏതൊക്കെ തരത്തിലുള്ള വിമാനങ്ങളാണ് ഉള്ളതെന്നും ആ വിമാനങ്ങൾക്ക് സഞ്ചരിക്കുവാനുള്ള 1,00,000 വ്യോമപാതകളെക്കുറിച്ചും വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട് ഈ പുണ്യഗ്രന്ഥത്തിലൂടെ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വേണം? രാമായണം കഥ കേൾക്കുകയല്ല, രാമായണത്തിലൂടെ യാത്ര ചെയ്യുകയാണ് വേണ്ടത്. എല്ലാ സംശയങ്ങൾക്കും മറുപടി രാമായണത്തിൽ തന്നെയുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ത്രേതായുഗത്തിൻ സൗഭാഗ്യതാരമായി എന്ന ഭക്തി നിർഭരമായ ഗാനം രാമായണത്തിലെ സീതാദേവിയുടെ പവിത്രതയും ശ്രീരാമനുമായുള്ള ദേവിയുടെ ബന്ധവും ഹൃദയസ്പർശിയായി ആവിഷ്കരിക്കുന്നു. ത്രേതായുഗത്തിന്റെ ധർമ്മ സൗന്ദര്യവും സീതാരാമ സ്നേഹത്തിന്റെ മഹത്വവും ഭക്തഹൃദയങ്ങളിൽ നിറയ്ക്കുന്ന ഈ ഗാനം കേൾവിക്കാരനെ ഭക്തിയുടെയും ആത്മീയതയുടെയും ലോകത്തേക്ക് കൈപിടിച്ച് നടത്തുന്നു. പ്രശസ്ത ഗായകൻ ടി.പി. വിവേക് ആലപിക്കുന്ന ഈ ഗാനം നമുക്ക് ആസ്വദിക്കാം. രാമാനന്ദം. ത്രേതായുഗത്തിൻ സൗഭാഗ്യതാരമായി സാകേതം തന്നിൽ വന്ന പ്രേമസ്വരൂപനാകും ത്രേതായുഗത്തിൻ സൗഭാഗ്യതാരമായി സാകേതം തന്നിൽ വന്ന പ്രേമസ്വരൂപനാകും. ത്രേതായുഗത്തിൻ സൗഭാഗ്യതാരമായി സാകേതം തന്നിൽ വന്ന പ്രേമസ്വരൂപനാകും. ശ്രീരാമനാമം ജപിക്കാം, ശ്രീരാമ രാമ ശ്രീരാമ പാദം നമിക്കാം. ശ്രീരാമ രാമ ശ്രീരാമ നാമം ജപിക്കാം. ശ്രീരാമ രാമ ശ്രീരാമ പാദം നമിക്കാം. ശ്രീരാമ രാമ ശ്രീഭാരതീ പദ ജാലങ്ങൾ തോന്നാൻ ശ്രീകോവിൽ നടയിൽ നിന്നെന്നും ഭജിക്കാം. ശ്രീരാമനാമം ജപിക്കാം. ശ്രീരാമ രാമ ശ്രീരാമ പാദം നമിക്കാം. ശ്രീരാമ രാമ ശ്രീഭാരതീ പദ ജാലങ്ങൾ തോന്നാൻ ശ്രീകോവിൽ നടയിൽ നിന്നെന്നും ഭജിക്കാം.
ശ്രീരാമനാമം ജപിക്കാം. ശ്രീരാമ രാമ ശ്രീരാമ പാദം നമിക്കാം. താതന്റെ വാക്കുകൾ പാലിക്കുവാനായി കാന്താരവാസിയായ ലോകാഭിരാമനാകും. താതന്റെ വാക്കുകൾ പാലിക്കുവാനായി കാന്താരവാസിയായ ലോകാഭിരാമനാകും. ശ്രീരാമനാമം ജപിക്കാം. ശ്രീരാമ രാമ ശ്രീരാമ പാദം നമിക്കാം. ഹനുമൽ സ്വാമിയെ അനുചരനാക്കി ദേവി സീതയെ തേടി നടന്നു. ഹനുമൽ സ്വാമിയെ അനുചരനാക്കി ദേവി സീതയെ തേടി നടന്നു. വാനരങ്ങളായി ചിറയതു കെട്ടി ലങ്ക പൂകിയ ദശമുഖ നിഗ്രഹ. വാനരങ്ങളായി ചിറയതു കെട്ടി ലങ്ക പൂകിയ ദശമുഖ നിഗ്രഹ. ശ്രീരാമനാമം ജപിക്കാം. ശ്രീരാമ രാമ ശ്രീരാമ പാദം നമിക്കാം. ശ്രീരാമ രാമ ശ്രീഭാരതീ പദ ജാലങ്ങൾ തോന്നാൻ ശ്രീകോവിൽ നടയിൽ നിന്നെന്നും ഭജിക്കാം. ശ്രീരാമനാമം ജപിക്കാം. ശ്രീരാമ രാമ ശ്രീരാമ പാദം നമിക്കാം. ശ്രീരാമസാഗരത്തിൽ നാളെ ശ്രീരാമന്റെ വിരഹതാപം. സീതാദേവിയെ രാവണൻ അപഹരിച്ചതോടെ ശ്രീരാമന്റെ ഹൃദയം അതീവ ദുഃഖത്തിൽ മുങ്ങി. വനത്തിലെ ഓരോ വൃക്ഷത്തോടും നദികളോടും പക്ഷികളോടും സീതയെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് അദ്ദേഹം അലഞ്ഞു നടന്നു. പരമപുരുഷനായിരുന്നിട്ടും ഒരു സാധാരണ മനുഷ്യന്റെ സ്നേഹവും വേദനയും ലോകത്തിന് മുന്നിൽ മാതൃകയാക്കുകയായിരുന്നു ശ്രീരാമൻ. ഈ വിരഹതാപം വെറും ഭാര്യാവിയോഗത്തിന്റെ ദുഃഖമല്ല, ധർമ്മത്തോടുള്ള പ്രതിബദ്ധതയും സ്നേഹത്തിന്റെ ആഴവും അനീതിക്കെതിരായ പോരാട്ടത്തിന്റെ തുടക്കവുമാണ്. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.